കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഹാമാരിയുടെ കാലത്ത് ജീവൻ രക്ഷിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 28/3/20 ഒരു കമ്പനിക്ക് 25,000 PPE കിറ്റിന് ഓർഡർ നൽകി. 50% അഡ്വാൻസും കൊടുത്തു. ബാക്കി 50% തുക മുഴുവൻ PPE കിറ്റും കമ്പനി വിതരണം ചെയ്ത ശേഷം കൊടുക്കാമെന്ന ഉറപ്പ് കൊടുത്തു. 19 ദിവസം കഴിഞ്ഞിട്ടും 10,000 എണ്ണം മാത്രം സപ്ലൈ ചെയ്യാനേ അവർക്ക് സാധിച്ചുള്ളൂ. അതിനുശേഷം നിരവധി ഇമെയിൽ, ഫോൺ കോളുകൾ വഴി ഈ കമ്പനിയെ ബന്ധപ്പെട്ടുവെങ്കിലും അവർക്ക് ബാക്കി 50% അതേ വിലക്ക് വിതരണം ചെയ്യാൻ സാധിച്ചില്ല. ഈ ഘട്ടത്തിൽ സർക്കാരിന് PPE കിറ്റ് കിട്ടിയേ തീരൂ. ഓർഡർ ലഭിച്ച കമ്പനിക്ക് PPE കിറ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലെന്ന അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഈ ഉത്തമ ബോധ്യത്തിലാണ് പ്രസ്തുത കമ്പനിയുമായുള്ള പർച്ചേസ് ഉത്തരവ് റദ്ദാക്കിയത്. അവർക്ക് കൊടുത്തതുപോലെ 50% തുക അഡ്വാൻസ് നൽകി മറ്റൊരു കമ്പനിക്ക് 50,000 PPE കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് KMSCL നൽകി. അപ്പോഴാണ് 2020 ഏപ്രിൽ മാസം 15-ാം തീയതി തദ്ദേശീയമായൊരു സ്ഥാപനം PPE കിറ്റ് കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാൻ മുന്നോട്ട് വന്നത്. അപ്പോൾ തന്നെ കൂടിയ വിലക്കുള്ള ഓർഡർ ക്യാൻസൽ ചെയ്ത് 37,000 എണ്ണം കുറഞ്ഞ വിലക്ക് വാങ്ങി. ഇതാണ് വസ്തുത. CAG റിപ്പോർട്ട് അന്തിമമല്ല. നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട് നമ്മുടെ സണ്ണി ജോസഫ് അധ്യക്ഷനായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പരിശോധിക്കേണ്ടത്. ആ എല്ലാ വിവരങ്ങളും ആ സാഹചര്യങ്ങളുമെല്ലാം അവിടെ പരിശോധിക്കാൻ നിലയെടുക്കാൻ പറ്റും.